നിബന്ധനകൾ പാലിക്കാത്തതിനാൽ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കില്ല. 3 ലക്ഷം രൂപ വീതമായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഹായമായി പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാർ നിബന്ധനകൾ സംസ്ഥാനം പാലിക്കാത്തതിന് പിന്നാലെയാണ് ഈ ഒരു ഫണ്ട് നഷ്ടമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ സംസ്ഥാന സർക്കാർ പാലിക്കാൻ തയ്യാറാവാഞ്ഞതോടെയാണ് കേന്ദ്ര സർക്കാർ പുലികളി സംഘങ്ങൾക്കായി പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ പോകാൻ കാരണം. 9 പുലിക്കളി സംഘങ്ങൾക്കായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത് 3 ലക്ഷം രൂപ വീതമുള്ള ധനസഹായമായിരുന്നു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് 27 ലക്ഷം രൂപ പുലിക്കളി സംഘങ്ങൾക്ക് നൽകാൻ സുരേഷ് ഗോപി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഫണ്ട് അനുവദിക്കുന്നതിനായി കേന്ദ്ര മന്ത്രാലയം മുന്നോട്ട് വെച്ച കർശന നിബന്ധനകൾ ജില്ലാ ഭരണകൂടവും DTPCയും പാലിക്കാതിരുന്നതാണ് ഫണ്ട് ലാപ്സാകാൻ കാരണമായത്. സുരേഷ് ഗോപി ജില്ലാ ഭരണകൂടത്തിനും DTPCക്കും നൽകിയ ഓർഡറിന്റെ കോപ്പിയിൽ ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. പുലിക്കളി സംഘങ്ങളുടെ ടാബ്ലോകളിൽ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ലോഗോ പതിപ്പിക്കണം, ഫ്ലെക്സുകളിൽ ഇത് പ്രദർശിപ്പിക്കണം, സമ്മാനദാന ചടങ്ങിൽ ഈ പേര് പരാമർശിക്കണം, ചടങ്ങിൽ 2 വട്ടമെങ്കിലും പദ്ധതിയുടെ പേര് എടുത്തു പറയണം തുടങ്ങിയവയായിരുന്നു പ്രധാന നിബന്ധനകൾ. എന്നാൽ അന്നത്തെ ജില്ലാ കളക്ടറും DTPC ചെയർമാനുമായിരുന്ന അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ നിബന്ധനകൾ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. തത്വത്തിൽ അന്നത്തെ LDF സർക്കാരിന്റെ താല്പര്യമില്ലായ്മയാണ് പദ്ധതി ലഭിക്കുന്നതിന് വിലങ്ങുതടിയായി മാറിയത്. കേന്ദ്ര സർക്കാർ 24 ലക്ഷം രൂപ അനുവദിച്ചു. അത് സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിലെ ടൂറിസം വകുപ്പിൻ്റെയും പിടിപ്പുകേട് മൂലമാണ് ആ തുക നഷ്ടപ്പെട്ടത്. അതിന്റെ കുറ്റം ശ്രീ സുരേഷ് ഗോപിയുടെ തലയിൽ കെട്ടിവെക്കുവാനാണ് ചില മാധ്യമങ്ങളും ഇടതുപക്ഷവും ചില കുൽസിത ശ്രമങ്ങൾ നടത്തുന്നത്. ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത്. പുലിക്കളി സംഘങ്ങൾക്ക് കൊടുത്ത് സഹായിച്ച വ്യക്തിത്വമാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹത്തെ വേട്ടയാടുവാൻ വേണ്ടിയാണ് ഇടതുപക്ഷവും ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ടൂറിസം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഇത്തരത്തിൽ പണം പുലിക്കളി സംഘങ്ങൾക്ക് നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം. കാരണം പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തിക പരാധീനതകളുണ്ട്. അതുകൊണ്ടാണ് ശ്രീ സുരേഷ് ഏട്ടൻ ഉൾപ്പെടെ വ്യക്തിപരമായി തന്നെ അദ്ദേഹം 50,000 വെച്ച് സഹായിക്കാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായി നടക്കേണ്ട രീതിയിലുള്ള ചില ഫയലിലെ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഫണ്ട് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ പദ്ധതി മുടക്കിയ LDF തന്നെ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ LDF അംഗങ്ങൾ പ്രതിഷേധമുയർത്തി. പദ്ധതി മുടക്കിയ LDF അംഗങ്ങളുടെ പ്രതിഷേധത്തിനെതിരെ NDA അംഗങ്ങളും കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കഴിഞ്ഞ LDF സർക്കാർ നടത്തിയ നീക്കത്തിൽ പുലിക്കളി സംഘങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു തുകയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. ജനം, തൃശൂർ.